അവസാനം ദുനിയാവിൽ പകരത്തിന് പകരം കിട്ടണമെന്ന് ചിന്തിക്കുമ്പോ അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മൾ ആരെയും ദ്രോഹിക്കണ്ട, നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക. അറിഞ്ഞോണ്ടോ നമ്മളെ ചതിച്ചിട്ടുണ്ടോ? വമല്ലാഹു ബിഗാഫിലിൻ, കണക്ക് റബ്ബ് നോക്കട്ടെ. നമ്മൾ നോക്കിയാ കൂട്ടിയാ കൂടൂല. ഇന്ത്യന്ന് ചതിച്ചിട്ടാണ് ഓൻ അത് ഉണ്ടാക്കിയതെങ്കിൽ, ആളെ പറ്റിച്ചിട്ടും വഞ്ചിച്ചിട്ടും കുതികാല് പറ്റിയിട്ടും കുതന്ത്രം മെനച്ചിട്ടുവാ ഓൻ ഇന്ന ഒറ്റിയതെങ്കിൽ, വമല്ലാഹു ബിഗാഫിലിൻ, ഞാൻ കണ്ടിട്ടില്ലെങ്കിലും കണ്ട റബ്ബ് അത് കൊടുക്കും. അന്യനെ വഞ്ചിച്ചിട്ടും കള്ളത്തരം കാണിച്ചിട്ടും കൊത്തിപ്പിടിച്ചെടുത്തതും ഉപകാരപ്പെട്ടിട്ടില്ല. അതവന്റെ കുടുംബം പോലും മറുപടി പറയേണ്ടി വരുന്ന ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്. സ്വത്തിന്റെ പേരിലാണല്ലോ തർക്കം, അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ വിഷയത്തിന്റെ പേരിലല്ലേ തർക്കം, എവിടെയും പോവില്ല. നിങ്ങളെ ചതിച്ചോ മരിച്ച് മണ്ണിന്റെ അടിക്ക് പോയാലും ഓന്റെ മക്കൾ അതിന് കണക്ക് പറയേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയതാ. അതുകൊണ്ട് കണക്ക് റബ്ബ് നോക്കട്ടെ. അള്ളാഹുവിന്റെ വജ്ഹ് ആഗ്രഹിക്കുന്നവരെന്ത് ചെയ്യണം? ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ. നമ്മളെ കൊണ്ട് ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക. ഈ പറഞ്ഞതിന്റെ അർത്ഥം നമ്മളോട് വന്ന് മിണ്ടിയാലേ നമ്മളെ ഈമാൻ ശരിയാവുന്നല്ല. അങ്ങനെ ഉണ്ട് ചിലർക്കൊരു ബേജാറ്. ഞാൻ അവനോട് സലാം പറയും, ഞാൻ കുറെ കല്യാണം വിളിക്കാൻ ചെന്നു, പുരയിലൊരു പരിഗണന കിട്ടുന്നില്ല, വീട്ടിക്ക് കേറുന്നില്ല, കേറിയാൽ ഇരിക്കുന്നില്ല, അതുകൊണ്ട് ഞാനിനി എന്ത് ചെയ്യണം? ഞാൻ നിർത്തുക, ഇനി ഒരു ബന്ധം വേണ്ടാന്ന് കരുതി. അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ മരിക്കുന്നത് വരെ നമ്മൾ ചെയ്യണം. പക്ഷേ തിരിച്ച് പ്രതികാരത്തിന് വകുപ്പ് കിട്ടുമ്പോ പ്രതികാരം ചെയ്യരുത്. പ്രതികാരം റബ്ബ് കൊടുത്തോട്ടെ. പ്രതികാരം നമ്മൾ കൊടുത്താൽ അള്ളാഹു പറയാ, നിങ്ങളും അവനും എന്റെ കണ്ണിൽ തുല്യരാ. കണക്ക് റബ്ബ് നോക്കാൻ റബ്ബിനെ ഏൽപ്പിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം. അതുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നല്ല നിലക്ക് ചെയ്യാം. നമ്മളെ കൊണ്ട് എന്താണോ നമ്മളെ ജീവിതം കൊണ്ട് ഏറ്റവും മനോഹരമാക്കാൻ പറ്റുന്നത്, ഇല്ലേ? എത്ര വരെ ലാ തഹ്കിറന്ന മിനൽ മഗ്റൂഫി ഷൈഅൻ, നന്മയിൽ നിന്നൊന്നും നിങ്ങൾ നിസാരമായി കാണരുത്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹി ത്വലീഖിൻ, നിങ്ങളുടെ സഹോദരനെ പുഞ്ചിരിക്കുന്ന ഒരു മുഖത്തോടെ കാണുന്നതാണെങ്കിൽ പോലും നമ്മൾ അതിന് ദുനിയാവെന്ന് വലിയ കൂലിയൊന്നും പ്രതീക്ഷിക്കരുത്. ഞാൻ പറയാറുണ്ട്, ഈ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുന്നതിനും കുടുംബത്തോടൊപ്പം ജീവിക്കുന്നതിനും ദുനിയാവിൽ പകരം പ്രതീക്ഷിക്കരുത്. കിട്ടുന്നില്ല. നമ്മൾ എത്ര നല്ലോണം പെരുമാറിയാലും നമ്മളെ വീഴ്ചയും താഴ്ചയും നമ്മളെ പ്രയാസവും കാണാൻ ആഗ്രഹിക്കുന്ന ചില മനസ്സുകൾ ഉണ്ടാകും. ഓൽ അതുമായിട്ട് ജീവിക്കട്ടെ, ഓല ആസ്വാദനം അതാണെങ്കിൽ. ഈ അടുത്ത കാലത്ത് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടുണ്ട്, കാണുമ്പോഴൊക്കെ നാട്ടിലുള്ള രണ്ട് കാരണവന്മാരും കുടുംബക്കാരും ചോദിക്കും, എനിക്ക് പൂയും പണിയൊന്നുമില്ലല്ലേ, ഈയൊക്കെ എന്തിനു നടക്കുക, ഇങ്ങനെ ജനിച്ച എന്നെ വേസ്റ്റ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി പോകും. അവസാനം ഓന് PSC ജോലി കിട്ടി. അന്നും ഓൻ അങ്ങാടിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതേ വയസ്സന്മാരിലെ കുടുംബക്കാർ വന്നിട്ട് പറഞ്ഞു, റോട്ടുമ്മക്കൂടെ തണ്ടി നടന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ നടന്നോ, എന്നൊക്കെ അതിനെ പറ്റൂ. നിന്റെ മോനെ മുനീർന്ന് നോക്ക്, ഓൻ ഗൾഫിൽ വലിയ ജോലി വാങ്ങി. എന്നിട്ട് കളിയാക്കി ചിരിച്ചു തുപ്പി അയാൾ അങ്ങ് നടന്നു പോയപ്പോ കേട്ടു നിൽക്കുന്ന വേറൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു, അല്ലടോ എനിക്ക് പറഞ്ഞൂടാ എനിക്ക് ജോലി കിട്ടിയെന്ന്. അതിന് ഈ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, എല്ലാ കുടുംബത്തിലും നാട്ടിലും ഉണ്ടാവും ആരാന്റെ കുറവ് നോക്കി ആസ്വദിച്ച് നടക്കുന്ന ചില കൂട്ടര്. ഓൽ അതുമ്മല് ജീവിക്കുന്നോലായിരിക്കും, ജീവിക്കട്ടെ. മറ്റുള്ളവന്റെ കുറ്റവും കുറവും കണ്ട് ആരാന്റെ അടുക്കളയിലേക്ക് ഒളിഞ്ഞു നോക്കി അവിടത്തെ പോരായ്മ തിരയുന്നവർ അങ്ങനെ ജീവിക്കട്ടത്. അവർ റബ്ബ് അവർക്ക് കൊടുത്തൊരു പരീക്ഷണാണത്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ കൊണ്ട് പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല പുഞ്ചിരിയോടുകൂടി ബന്ധങ്ങളെ ചേർത്ത് പിടിച്ച് നടക്കാനാ. പക്ഷെ ഇന്ന് അറ്റുപോയ ബന്ധം ആരും നന്നാക്കൂല. അല്ലാത്ത ബന്ധങ്ങളൊക്കെ എല്ലാരും നന്നാക്കും. വലിയ കുഴപ്പമില്ലാത്ത ബന്ധങ്ങൾ. ഞാൻ പറയാറുണ്ട്, ചില പെങ്ങന്മാര് മൂത്ത കാർണോരെ വീട്ടിലേക്ക് ഇടക്കിടക്ക് പോകും. എന്താ? കാർണോര് ഗൾഫിൽ ബിസിനസ്സാണ്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, കാർണോരെ മക്കളും തരക്കേടില്ലാത്ത സാമ്പത്തിക സ്ഥിതി ഉള്ളവരാ. ഞമ്മക്കാണെ രണ്ട് പെൺകുട്ടികളെ കെട്ടിക്കാനും കൂടി ഉണ്ടേ ചില പെങ്ങന്മാർക്ക് ഇഷ്ടം പൈസ ഉള്ള കാക്കാമാരോടായിരിക്കും. ഇളയോനാവട്ടെ തരക്ക് വലിയ പൈസയൊന്നുമില്ല, ഓൻ കല്യാണം കഴിച്ച ഒരു സാധാ കുടുംബത്തിലെ പെൺകുട്ടീനെയാണെങ്കിൽ എല്ലാവരും അത്തരക്കാരെന്ന് ഞാൻ പറയുന്നില്ല. ആളും പൈസയും തരവും നോക്കിയിട്ട് ബന്ധത്തെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അകറ്റരുത്. എല്ലാവരും നമുക്കൊരുപോലെയാ. കറുത്ത ബിലാലിനെയും വെളുത്ത അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുമ രണ്ടുപേരെയും ഒരുപോലെ സ്നേഹിച്ച അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാ നമ്മളെങ്കിൽ ജീവിതത്തിൽ ബന്ധങ്ങൾ എന്നും ചേർത്ത് പിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. എന്നും മനോഹരമായിട്ട് ആ ബന്ധങ്ങളെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തി കൊണ്ടടക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. സഹോദരങ്ങളെ, എത്രയെത്ര കുടുംബങ്ങൾ അങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മരിക്കുന്നതിന്റെ തൊട്ടു മുൻപെങ്കിലും അത് നന്നാക്കിയ എത്ര റാഹത്താന്നറിയോ നിങ്ങൾക്ക്. വേറൊരു പേടി നിങ്ങൾ പേടിക്കണ്ട. നാളെ പടച്ചോന്റെ മഹ്ശറയില് അള്ളാന്റെ മുൻപിൽ നിന്ന് ഉത്തരം കിട്ടാതെ വെപ്രാളപ്പെടുന്ന ഒരു ചോദ്യ
നമ്മളെ എതിർഭാഗത്തൊരു ശത്രുവിനെ ദുനിയാവിൽ നമ്മളുമായിട്ട് പ്രശ്നം ഉണ്ടായവനെ നിർത്തിയിട്ട് പടച്ചോൻ വിചാരണക്ക് എടുക്കുക എന്നുള്ളത്. ഞാൻ ചെയ്ത തെറ്റിന്റെ കുറ്റങ്ങളൊക്കെ ഞാൻ എൻ്റെ റബ്ബിനോട് പറഞ്ഞാൽ മതി. കുടിച്ചുപോയത്, വലിച്ചുപോയത്, വ്യഭിചരിച്ചു പോയത്, പക്ഷെ ഞാൻ കാരണം മനസ്സ് വേദനിക്കുകയും അകലെ ഞാൻ കാരണം ജീവിതം വെറുത്തുകയും ചെയ്തൊരു വ്യക്തി ഈ ദുനിയാവിലുണ്ടെങ്കിൽ അവനെ മുന്നിൽ നിർത്തിയിട്ട് പടച്ചോൻ പറയും, ഓന്റെ പൊരുത്തം കിട്ടിയിട്ട് എന്റെ നിസ്കാരവും നോമ്പും ഞാൻ ഏറ്റെടുക്കൂ. കൈമലർത്തിക്കൊണ്ട് അള്ളാന്റെ ഹബീബ് ചോദിക്കുന്നുണ്ട്, ഉമറേ, അള്ളാന്റെ മഹ്ശറയിൽ എങ്ങനെയാ ഞാൻ പൊരുത്തം വാങ്ങുക? ആൾക്കാർക്ക് അതാ ഒരു ചോദ്യം. പൊരുത്തം മരിച്ച് വാപ്പാന്റെ മയ്യത്ത് കൊണ്ട കിടത്തുമ്പോ ചിലർ പൊരുത്തം വാങ്ങുക. ഞാൻ കണ്ടിട്ടില്ല. ഇനി ആരെങ്കിലും അങ്ങനെ ഒരു ചരിത്രം ഉണ്ട് എനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ തിരുത്തുകയും ചെയ്യും. മരിച്ച് മയ്യത്ത് മള്ളി കൊണ്ടെക്കുമ്പം വാപ്പാന്റെ തലക്കും ഭാഗത്തും ഉമ്മാന്റെ മധ്യഭാഗത്തും നിൽക്കുമ്പോ ചില മക്കൾക്ക് പള്ളിയിലെ ഉസ്താദുമാർ ഇങ്ങനത്തെ ഒരു മൈക്ക് കൈമേലെടുത്തു കൊടുക്കും. ആ മൈക്ക് ഇങ്ങോട്ട് കിട്ടുമ്പം കാണാൻ ചില മക്കൾ കണ്ണ് നിറഞ്ഞ് ചുണ്ടു വിതുമ്പിയിട്ടൊരു ചോദ്യം, മരിച്ചെന്റെ ഉമ്മാന്റെ വാപ്പാന്റെ കബറ് വിശാലാവാൻ വാക്കാലോ പ്രവർത്തിയാലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കണം. കാടടക്കിയൊരു വെടിയാ. എന്നാ പിന്നെ കിട്ടിയെന്നാ വിചാരം പൊരുത്തം. അങ്ങനെ ഒരു പൊരുത്തം ചോദിക്കൽ പോലും ഇസ്ലാമിൽ ഇല്ലട്ടോ. ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ അർത്ഥമില്ല എന്നുള്ള അർത്ഥത്തിലല്ല, ഞാൻ പരീക്ഷിച്ചു, പഠിച്ചു. ഒരു മയ്യത്ത് കൊണ്ടുവച്ചപ്പം അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ചോദിച്ചത് ഒരൊറ്റ ചോദ്യ, ഈ മയ്യത്തിന് കടണ്ടോ? കടം വാങ്ങിയിട്ട് വീട്ടാതെ മരിച്ചോനാണോ? കൂട്ടത്തിലുള്ള ഒരു സ്വഹാബി പറഞ്ഞു, ഉണ്ട് നബിയെ, ഇയാൾക്ക് കടണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നിസ്കരിക്കാതെ മാറി നിന്നു. സഹാബാക്കൾ പറഞ്ഞു, നബിയെ, സ്വഹാബിയ മയ്യത്ത് നിസ്കരിക്കണം. കേൾക്കണേ, ഓരോ ആണുങ്ങളും പെണ്ണുങ്ങളും കേൾക്കണം. അത്ര ഗൗരവപ്പെട്ട വിഷയാണിത്. നാളെ പടച്ചോന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുമ്പം ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ അള്ളാന്റെ മണ്ണ് കടന്ന് അനുഭവിക്കേണ്ടി വരും. സഹാബാക്കൾ ചോദിച്ചു, നബിയെ, മയ്യത്ത് നിസ്കാരത്തിന്? റസൂലുള്ള പറഞ്ഞു, ആ കടം വീട്ടാത്ത കാലത്തോളം ഞാൻ മയ്യത്ത് നിസ്കരിക്കൂല. കൂട്ടത്തിലുള്ള ഒരു കുടുംബക്കാരനെ ഏറ്റെടുത്തു, നബിയെ, ഞാൻ വീട്ടിക്കോളാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നു, മയ്യത്ത് നിസ്കരിച്ചു. ദിവസങ്ങൾ 1, 2, 3 കഴിഞ്ഞപ്പം ആ സ്വഹാബിന്റെ വീട് അന്വേഷിച്ച് റസൂലുള്ള കയറി ചെന്ന് ചോദിച്ചു, സഹോദരാ, നീ ആ മയ്യത്തിന്റെ കടം വീട്ടിയോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല നബിയെ. റസൂലുള്ളാഹിന്റെ മുഖം ചുവക്കാൻ തുടങ്ങി. വെറുപ്പും ദേഷ്യവും കൊണ്ട് പ്രവാചകൻ ആ വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി നടന്നു. 2ാമത്തെ ദിവസവും റസൂലുള്ള വന്ന് ചോദിച്ചു, സഹോദര, കടം വീട്ടിയോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല നബിയെ, പറ്റിയിട്ടില്ല. 3ാമത്തെ ദിവസം ആ സ്വഹാബി തിരിച്ചു പറഞ്ഞു, റസൂലേ, ഞാൻ കടം വീട്ടിട്ടോ? അള്ളാഹുവിന്റെ പ്രവാചകൻ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയുന്നുണ്ട്, അൽഹംദുലില്ലാ.